ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിചാരിച്ച് ഇന്ന് നിങ്ങളെ ഡേ മൈ ലൈഫ് കാണിക്കാവുന്നേ. ഒരു നോർമൽ ഡേയിൽ സാധാരണ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിന് മുന്നേ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിതിനകത്താണെങ്കിൽ വീഡിയോസ് ഇടുന്നതിനകത്ത് ഒരു 300-400 വ്യൂവേഴ്സ് ആണെങ്കിൽ തന്നെയും എമിലി ഇവിടെ നിൽക്കുന്നുണ്ട്. എമിലി സംസാരിക്കുന്നത് കേട്ടോ. 300-400 വ്യൂവേഴ്സ് ആണെങ്കിൽ തന്നെയും വാച്ച് അവർ കൂടുതലുണ്ട്. അപ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് കേട്ടോ. അതിന് ഞാൻ ഫസ്റ്റ് നിങ്ങളോട് താങ്ക്സ് പറയുകയാണേ. ഇപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നുണ്ടല്ലോ, കാണുന്നത് നമുക്കറിയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾ ഇത്രയും തുടക്കമായതുകൊണ്ട് നമ്മൾ ബിഗിനേഴ്സ് ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഇത്ര ഒരു വ്യൂ കിട്ടി. വ്യൂ എന്നാൽ ഒരുപാട് കൂടുതലാണെന്നല്ല ഞാൻ പറയുന്നത്, കുറവ് തന്നെയാണ്. പക്ഷെ അത് കുറവാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഇത്രയും പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ എന്നുള്ളത്. അതുകൊണ്ട് മാക്സിമം ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് വേറെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇടാം. പക്ഷെ ഇപ്പം നോമ്പായതുകൊണ്ട് അങ്ങനെ വാട്ടയിട്ടിനിടെയോ അതൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. ഇപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യുന്നത് കിടന്ന ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് വിരിച്ചിടും. പിന്നെ എഴുന്നേറ്റ് വന്ന് ആദ്യം കാണുന്നത് ഈ ഒരു കാഴ്ചയാണ്. നല്ല ഭംഗിയാണ്. നമ്മളിതിൽ നേരത്തെ ഒരു 6 മണിക്കൊക്കെ ഒന്ന് എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ ആയിട്ട് ഇവിടെ കാണാൻ തന്നെ. പിന്നെ നമ്മൾ വീട്ടിൽ ആദ്യം ചെയ്യുന്നൊരു കാര്യം മുറ്റം തൂക്കുക എന്നുള്ളതാണ്. രാവിലത്തെ നമ്മുടെ ഒരുവിധം ജോലിയെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം നമ്മൾ കിണർ തേച്ചതിന് വെള്ളം ഒഴിക്കാൻ പോകണമായിരുന്നു. നമ്മുടെ ഗേറ്റിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്ട് ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ അത് ഫുള്ള് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ച് എമിലൂനെ ഇവിടെ നിർത്തുന്നത് ഭയങ്കര റിസ്ക് ഉള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഭയങ്കര ടാസ്ക്കാണ് അവനിവിടെ നിൽക്കുന്നത്. കാരണം അവനിക്ക് കിണറിൻ്റെ ഉള്ളിൽ എന്തുവാ എന്ന് അറിയാൻ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ്. ഞാൻ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് തന്നെ മിക്കപ്പോഴും അങ്ങനെ തന്നെ ഉമ്മ അവനെ കൊണ്ടങ്ങ് വെളിയിലോട്ട് പോത്തതേ ഉള്ളൂ കേട്ടോ. അതാണ്ടിരിക്കുന്ന ആൾ. പിന്നെ നമ്മൾ ഒരുപാട് നേരമൊന്നും അവിടെ നിന്നില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങ് പോരുകയും ചെയ്തായിരുന്നു. ഞാൻ വണ്ടി എടുത്ത് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഓർത്തത് ഗേറ്റ് അടച്ചില്ലല്ലോ എന്ന്. അങ്ങനെ പിന്നെ ഞാൻ രണ്ടാമത് ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി വന്നതാണേ. അത് കഴിഞ്ഞ് നമ്മുടെ ജോലി എന്ന് പറയുന്നത് മീൻ കറി വെക്കണമായിരുന്നേ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഒറോട്ടി എടുക്കണമായിരുന്നു. ഞാൻ ഒറോട്ടി വരുത്തിക്കൊണ്ടിരിക്കുമായിരുന്നേ. ഒറോട്ടിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറിക്കകത്ത് ഇടാൻ വേണ്ടി കുറച്ച് കരിവേപ്പിലയുടെ ആവശ്യം ഉണ്ടായിരുന്നേ. അങ്ങനെ കരിവേപ്പില വെച്ചാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് എമിലു എൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചുകൊണ്ട് പോയി. എന്തൊക്കെയോ പാട്ടൊക്കെ പാടുന്നുണ്ട്. പാട്ട് പാടി സംസാരിച്ച് അവനവിടെ കുറേ നേരമൊക്കെ നിന്ന്. പിന്നെ ചെറിയൊരു മഴയുടെ ഒരു കോള് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പെട്ടെന്ന് വീട്ടിൽ വന്നു കേട്ടോ. നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നല്ലൊരു മഴ പെയ്തു. മഴ ഒരുവിധം ഒന്ന് തോന്നി കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് മഴയത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞ് നിന്ന് ബഹളമായിരുന്നു. ആള് നിന്ന് ഭയങ്കരമായിട്ട് മഴ വെള്ളം എന്നൊക്കെ പറഞ്ഞ് നിന്നങ്ങ് കളിയായിരുന്നു മഴയത്ത് ഇറങ്ങാൻ. പിന്നെ നോമ്പ് കുറിക്കാൻ ടൈം ആയിരുന്നു കേട്ടോ. ഞാൻ നോമ്പൊക്കെ മുറിച്ച് ഫസ്റ്റ് ഞാനൊരു ജ്യൂസ് കുടിച്ച് പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡും കഴിച്ച്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ പറയത്തക്ക കാര്യങ്ങളൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇനി നിങ്ങളുടെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ എന്താണ് നോർമലി നടന്നതെന്ന് വെച്ചാൽ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.